നമസ്കാരം. നമ്മുടെ ചുറ്റും ഒരുപാട് തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ OTP നമ്പർ ആർക്കും ഷെയർ ചെയ്യരുത് എന്നും പരസ്യങ്ങളിലൂടെയും മെസ്സേജുകളിലൂടെയും വേണ്ടപ്പെട്ട അധികൃതർ നമ്മളെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും നമ്മൾ എന്തിനാണ് ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ OTP നമ്പർ നമ്മൾ ഷെയർ ചെയ്യുന്നത്? ഇങ്ങനെ OTP നമ്പർ കൊടുക്കുന്നതിലൂടെ നമുക്ക് പണി കിട്ടുമോ? നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് നിങ്ങളെ സഹായിക്കും. പാചകവാതക സിലിണ്ടർ അഥവാ LPG വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇനിയിപ്പോൾ ഇന്ത്യൻ ആയിക്കോട്ടെ, ഭാരത് ആയിക്കോട്ടെ, HP ആയിക്കോട്ടെ, ഏതൊരു സിലിണ്ടറും നമുക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്നു. ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ ഇനി മിസ് കോളിലൂടെയും പറ്റും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു നമ്പർ വെച്ച് ഇന്ത്യൻ കുറ്റി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയാവട്ടെ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒരു നമ്പർ വെച്ച് ഭാരതിന്റെ കുറ്റി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയാവട്ടെ HPയുടെ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. നമുക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. നമ്മുടെ സർക്കാർ നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ ഡിജിറ്റലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും അതുപോലെ തന്നെ LPG മേഖലയിലും ഈ സംവിധാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പം ആ നമ്പറിൽ ഒരു OTP കോഡ് വരും, അല്ലെങ്കിൽ ഡെലിവറി കോഡ് വരും. 6 അക്ക നമ്പറിലായിരിക്കും അത് ഉണ്ടാവുക. ഈ ഒരു നമ്പറാണ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഈ OTP കോഡ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്ക് ചെയ്യുന്ന ആളിന് തന്നെയാണ് ഈ ഒരു സിലിണ്ടർ എത്തുന്നത് എന്നും ദുരുപയോഗം തടയുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത്. മറ്റു വേറൊരു പ്രശ്നവും ഈ ഒരു OTP നമ്പർ ഷെയർ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുകയില്ല. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.